ഇനിതാ നിലവിൽ പോലീസ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഇത് തന്നെയാണോ കുട്ടി എന്നുള്ള കാര്യം മാത്രമാണ് പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ ഈ കുടുംബത്തോട് പോലീസ് പറഞ്ഞിട്ടില്ല. പോലീസ് പറഞ്ഞ ഒരു കാര്യം, കുട്ടി എവിടെയാണ് എന്ന് തങ്ങൾക്കറിയാം, പക്ഷേ കുട്ടി ഇപ്പോൾ തങ്ങളുടെ പക്കലില്ല, ഉടൻ തന്നെ കണ്ടെത്തി വീട്ടിലെത്തിക്കും എന്ന ഒരു കാര്യം മാത്രമേ പോലീസ് പറഞ്ഞിട്ടുള്ളൂ. ഏതാണ്ട് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് പോലീസ് ACPയുടെ ഭാഗത്തു നിന്നും ഈ ഒരു മെസ്സേജ് പെൺകുട്ടിയുടെ പിതാവിന് ലഭിക്കുന്നത്. പിതാവിന് ലഭിച്ചയുടൻ തന്നെ ഇത് തന്റെ മകളാണ് എന്ന് മനസ്സിലാക്കുകയും അത് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസ് കൃത്യമായി ഒരു ലീഡ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. കന്യാകുമാരിയിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിന്റെ കുട്ടിയെ കണ്ടെത്തുക എളുപ്പമാണ് എന്നൊരു രീതിയിലേക്കാണ് പോലീസ് പറയുന്നതും. പോലീസ് എന്തായാലും കൃത്യമായൊരു ലീഡ് ലഭിച്ചതുകൊണ്ട് തന്നെയാണ് പ്രത്യേക സംഘത്തെ കന്യാകുമാരിയിലേക്ക് അയച്ചിട്ടുള്ളതും. ആ പ്രത്യേക സംഘത്തിൽ ഒരു വനിതാ കോൺസ്റ്റബിൾ അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും പെൺകുട്ടിയെ കണ്ടെത്താൻ ഇനി മണിക്കൂറുകൾ വേണ്ട, ഇനി നിമിഷങ്ങൾ മാത്രം മതി. കാരണം ഇത്രയും നേരം, അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ പെൺകുട്ടി എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ പോലീസിനോ നാട്ടുകാർക്കോ ഉണ്ടായിരുന്നില്ല. കാരണം പെൺകുട്ടിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുമുള്ള തെളിവുകൾ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഒരൊറ്റ ഫോട്ടോ കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മാറി മറിയുന്നു. ആ ഒരൊറ്റ ഫോട്ടോ, നമ്മൾ നിസ്സാരമായി കരുതുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഫോണിലെ ക്യാമറ, ആ ഒരു ക്യാമറ 13കാരിയെ കാണാതാകുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായി മാറുന്നു. ആ ഒരു ബബിത എന്ന ഒരു യാത്രക്കാരി വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ മനസ്സിലുണ്ടായ ഒരു സംശയം, എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നു, അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്കിരുന്ന് കരയാൻ വേണ്ടി മാത്രം ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, ആരാണ് ഈ പെൺകുട്ടി, ഒരു പക്ഷേ തമിഴ്നാട് സ്വദേശിയായിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനിലെ ഭിക്ഷാടനം നടത്തുന്നവരുടെ മകളായിരിക്കാം. ആ ഒരു തോന്നലൊക്കെ കൊണ്ട് മനസ്സിലുണ്ടെങ്കിൽ പോലും അവർ ഒരു ചിത്രം എടുത്തു വയ്ക്കുന്നു. എപ്പോഴെങ്കിലും ഒരു പക്ഷേ ഇത് ആവശ്യമായി വന്നേക്കാം എന്ന ഒരു ഉൾവിളിയെ തുടർന്നായിരിക്കാം അവർ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ നിലവിൽ കേരള പോലീസിനും തമിഴ്നാട് പോലീസിനും ഈ ഒരു അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം ഈ ബബിത പങ്കുവയ്ക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു വിവരങ്ങൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം 13 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത് കാണുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. ഫോട്ടോ എടുത്തു എന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലാകുമ്പോൾ അതിന് മുഖം, ആ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നു. ആ കരച്ചിൽ മാറ്റുമ്പോൾ പിന്നീട് അത് ദേഷ്യത്തിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുമായി സംസാരിക്കാത്തത് എന്ന് ഈ ബബിത പറയുന്നു. 2 പേർ കണ്ടിട്ടുണ്ട്. താൻ നെയ്യാറ്റിൻകരയിൽ എത്തുന്നതുവരെ പെൺകുട്ടി ഉണ്ടായിരുന്നു, പാറശാലയിൽ എത്തുന്നതുവരെ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് മറ്റൊരു യാത്രക്കാരനും പറയുന്നു. അങ്ങനെ പെൺകുട്ടി കൃത്യമായി കന്യാകുമാരിയിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസും എത്തിച്ചേരുന്നത്. എന്തായാലും പോലീസിന് ഈ പെൺകുട്ടിയെ കണ്ടെത്തുമ്പോൾ എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു നാടാകെ പെൺകുട്ടിക്ക് വേണ്ടി തിരയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെ രാത്രി മുഴുവനായി നമ്മൾ കാണാൻ സാധിക്കുന്നതും. ഈ തൊട്ട അയൽപക്കത്തുള്ള ആളുകൾ പോലും ഉറങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, നിങ്ങൾ ഇന്നലെ രാത്രി മുതലോടെ ഉറങ്ങാതിരിക്കുവാണ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്? അതെ, രാത്രി നിങ്ങളുടെ കൂടൊപ്പം ഞാനും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ്. ഈ പെൺകുട്ടികളെ നിങ്ങൾ രാവിലെ ഈ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്താണ് ഉണ്ടായത് ഇന്നലെ രാവിലെ എന്നോ ഉള്ളതുപോലെയൊക്കെ പ്രശ്നങ്ങൾ രാവിലെ ഉണ്ടാക്കിയിട്ട് അവർ പോകാറുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം വലുതായത്. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പുറത്ത് ഇവരെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ കണ്ടില്ല. ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ കാണാതായ പെൺകുട്ടി ഇവിടുന്ന് പോകുമ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു? അതിനെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഈ പെൺകുട്ടി സ്ഥിരം ഇങ്ങനെ അമ്മയുടെ വഴക്ക് കിട്ടാറുണ്ടോ? ഒരു കുട്ടി എപ്പോഴും പറയുന്നത് കൊണ്ട് അവരുടെ ഭാഷ തീർത്തും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് എന്താണെന്ന് കറക്റ്റ് വ്യക്തം വരില്ല. അതാണ് ഈ സംഭവം നടക്കുമ്പോഴത്തേനെ ഇവിടെ ആളുകളുണ്ടായിരുന്നു. കാരണം അന്ന് ഇന്നലെ ഒരു അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ കുറെ ആളുകളുള്ള സാധ്യതയില്ല. ആരും കൂടുതലായിട്ട് ശ്രദ്ധിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് അവരാരും കൂടുതലായിട്ട് അതിന് ഇടപെടില്ല. അതാണ്. ഈ കുട്ടികൾ എങ്ങനെയാണ്? ഇടയ്ക്ക് പുറത്തിറങ്ങാറുണ്ടോ? ഇവിടെ പുറത്തു പോയി കളിക്കാറുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ഓടാറുണ്ട്. റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരായിട്ടൊക്കെയാണ് പോകുന്നത്. പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരും. അത് പതിവായിരുന്നു. ഇവരുടെ അമ്മ വഴക്ക് പറയാറുണ്ട് പുറത്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ? ഇവരങ്ങനെ പറയണത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആയിരിക്കാം, ചിലപ്പം അറിയില്ല. ഇവിടെ ബാക്കി കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെയാണ്? ഈ കുട്ടികൾ, ഇവിടുത്തെ കുട്ടികൾ, അവർക്ക് ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിലും കളിക്കാനൊക്കെ വരുന്നുണ്ടോ? വരത്തില്ല. എന്ന് വെച്ചാൽ അത് മെനിഞ്ഞാന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ മോളെ കുഞ്ഞിവിടെ ഉണ്ട്. അവൻ സൈക്കിൾ എടുത്തുകൊണ്ട് ഇവിടെ ആയിട്ട് ചവിട്ടും. അപ്പോൾ ഈ പിള്ളേരെ അടുത്ത് ചെന്നിരുന്ന് നോക്കിക്കൊണ്ടിരുന്നാലും പിള്ളേർ തിരിച്ചൊന്നും പറയില്ല. അങ്ങനെയാണ് അവരുടെ ഒരു പ്രകൃതം. അങ്ങനെയാണ്.
അതൊരു പക്ഷെ അവർക്ക് ഭാഷ അറിയില്ലാത്തതുകൊണ്ടാണോ അതോ? എങ്ങനെയാണെന്ന് അറിയില്ല, അതിനെക്കുറിച്ച് അവർക്കേ അറിയുള്ളൂ. എന്തായാലും ഇന്നലെ ഈ കുട്ടിയെ കാണാതായ സമയം മുതൽ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, നമുക്കൊപ്പം തന്നെ ഇവിടെ ഉണ്ട്, ഉറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കിടക്കാൻ? നമ്മുടെ അയൽവക്കം ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു കൊച്ചു കുഞ്ഞല്ലേ എന്നുള്ള ഒരു പരിഗണന. ഈ പെൺകുട്ടി ഇപ്പം അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ, അതായത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞതിന് ശേഷം ഇവർ ജോലിക്ക് പോയിരുന്നു. ഈ ജോലിക്ക് പോകുന്ന സമയത്താണോ ഈ പെൺകുട്ടി ഇതേപോലെ ഇറങ്ങി പോകുന്നത്? അതെ, ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് മൊബൈലിൽ വിളിച്ചായിരുന്നു. ഇവർ 3 കൂടെ വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അവരുടെ മൊബൈലിൽ വിളിച്ചിട്ട് വരുത്തിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈലുണ്ട്? പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈലുണ്ട്. അത് അച്ഛൻ്റെ അമ്മയുടെ മൊബൈലാണോ അത് പെൺകുട്ടിയുടെ സ്വന്തം മൊബൈലാണോ? പോകുമ്പോഴത്തേക്ക് ഈ പിള്ളേർ ഇവിടെ വെച്ച് പാട്ടും കേട്ട് നടക്കണ കണ്ടിട്ടുണ്ട്. അതായത് ടച്ച് ഫോണാണോ സാധാ കീപാഡാണോ? ടച്ച് ഫോൺ. ഈ മൂത്ത ഇപ്പോൾ ഈ കാണാതായ പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈലുണ്ട്, ആ ചേട്ടൻ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഈ പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? അറിയില്ല. ഓക്കെ അശ്വിൻ ഇപ്പോൾ തിരിച്ചെത്താം.